ഹലോ ഹായ് കൂട്ടുകാരെ, എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? എന്താണ് ഇന്ന് സൺഡേ ആയിട്ട് ഇന്ന് എന്താ എല്ലാവരുടെയും പരിപാടി? ഈവനിങ്ങിൽ പുറത്തേക്ക് പോകുന്നുണ്ടോ അതോ വീട്ടിൽ തന്നെയാണോ ഇന്ന്? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയും? എനിക്ക് ഈത്തപ്പഴം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈത്തപ്പഴം ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഈത്തപ്പഴം എന്ന് പറയില്ല, എന്നാലും ഈന്തപ്പഴം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈന്തപ്പഴത്തോട്ടത്തിൻ്റെ ഒരു വീഡിയോ കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തെങ്ങുകളൊക്കെ ഇല്ലേ, ഇങ്ങനെ ചെറിയ പ്രായത്തിൽ കായ്ക്കുന്ന തെങ്ങുകളുണ്ട്. ആ തെങ്ങുകളെക്കുറിച്ചൊക്കെ നമ്മൾ കാണുന്നതല്ലേ, ഇങ്ങനെ കുഞ്ഞു പ്രായത്തിൽ താഴെ നിന്നേ കായ്ച്ചു വരുന്നത്. അതുപോലെയുള്ള ഒരു ഈന്തപ്പഴത്തോട്ടാണിത്. ചെറിയ പ്രായത്തിൽ കായ്ച്ചു നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇതിങ്ങനെ ഈ കവറിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈന്തപ്പഴം വിളവെടുപ്പിൻ്റെ സമയം ആകുന്നതിന് മുന്നേ അവർ കവർ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. വളരെ എല്ലാ ഈന്തപ്പഴം ഇതുപോലെ തന്നെയാണ്. ഈ ഒരു തോട്ടത്തിൽ കാണുന്ന എല്ലാ ഈന്തപ്പഴം ഇങ്ങനെ ചെറിയ പ്രായത്തിലായിട്ട് കായ്ക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ കളർ ആദ്യം ലൈറ്റ് കളറ്, പിന്നെ ഒരു യെല്ലോ കളറ്, അത് കഴിഞ്ഞ് ഇങ്ങനെ റെഡ് കളറ്, അങ്ങനെയായിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ കാണാൻ നല്ല കൗതുകം തോന്നി. കാരണം നമ്മുടെ നാട്ടിൽ ഈ ഒരു സംഭവം ഇല്ലല്ലോ. ഉണ്ട്, ഇപ്പോൾ എല്ലായിടത്തും ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ റെയറായിട്ട് കാണുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ നേരിട്ട് കണ്ടിട്ടില്ല ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വീഡിയോ കിട്ടിയപ്പോൾ നമ്മളത് നമ്മുടെ കൂട്ടുകാരെയും കൂടെ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ കൊണ്ടുവന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ വളരെയധികം കൗതുകം തോന്നി. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വീഡിയോ. കണ്ടില്ലേ, ഇങ്ങനെ വീഡിയോ കാണുമ്പോഴേ എനിക്ക് കൊതി വരുന്നുണ്ട് ഈത്തപ്പഴം കഴിക്കാനായിട്ട്. ശരിക്കും ഇങ്ങനെ പച്ച ഈത്തപ്പഴം ഉണ്ടല്ലോ, നമ്മൾ പഴുക്കാത്ത ഈത്തപ്പഴം ഇപ്പം നമുക്ക് കടയിലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണല്ലേ അത്. അതിൽ തന്നെ കുഞ്ഞ് ചെറുതായിട്ടുള്ളതുണ്ട്, അത് യെല്ലോ കളറിലും വരുന്നുണ്ട്, റെഡ് കളറിലും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വീട്ടിൽ എപ്പോഴും അത് വാങ്ങാറുണ്ട് കേട്ടോ. അങ്ങനെ ആ പച്ച ഈത്തപ്പഴം അത് കഴിക്കുന്നത് വളരെയധികം ഔഷധ ഗുണം, പ്രോട്ടീൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ വാങ്ങാറുണ്ട്, കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ പഴുത്ത ഈന്തപ്പഴം കഴിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു പ്രായത്തിലുള്ള ഈന്തപ്പഴം കഴിക്കാനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും ഈന്തപ്പഴം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ ഈ ഈന്തപ്പഴത്തിൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആർക്കൊക്കെയാണ് ഈന്തപ്പഴം ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ ആർക്കൊക്കെയാണ് ഈത്തപ്പഴം ഇഷ്ടമുള്ളതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുകയാണ്. ആർക്കൊക്കെയാണ് ഇഷ്ടം ഈത്തപ്പഴം കൂടുതലെന്നൊന്ന് പറയണം കേട്ടോ. ആരെങ്കിലുമൊക്കെ ഗൾഫിലുണ്ടാകുമ്പോഴേ നമ്മൾ ആദ്യം കുറിച്ച് അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരും എന്താണെന്നറിയോ? അവർക്ക് കുറേ ഈന്തപ്പഴം കഴിക്കാമല്ലോ, അവർ ഗൾഫിലല്ലേ. ഗൾഫിൽ പോകുന്നവരെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അവർക്ക് നന്നായിട്ട് ഈന്തപ്പഴം കഴിക്കാമല്ലോ എന്ന്. ചിലപ്പോൾ നമ്മൾ നാട്ടിലുള്ളവരായിരിക്കും കൂടുതൽ കഴിക്കുന്നത്, അവർക്ക് ചിലപ്പോൾ അതിനൊന്നും സമയം ഉണ്ടാവില്ല. നമ്മുടെ ഒരു ചിന്തയാണല്ലോ അത്. നമ്മളിപ്പോൾ ഒരു നാട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ എന്താണോ കൂടുതലായിട്ടുള്ളത് അത് അവർക്ക് കുറേ കഴിക്കാമല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ചിന്താഗതി ഉണ്ടാവും. ശരിക്കും നമ്മൾ ഗൾഫ് പ്രവാസികളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ, അവർക്ക് നട്ട്സ്, അതുപോലെ പിസ്ത, ബദാം ഇങ്ങനെയുള്ള അവർ നന്നായി കഴിച്ചിട്ടുണ്ടാവുമെന്ന്. പക്ഷേ അത് കഴിക്കുക പോലും ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, ജോലി തിരക്കിൻ്റെ ഇടയിൽ സമയം കിട്ടാത്തവരായിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ വെറും നമ്മുടെ ഒരു ചിന്തയാണ്, തോന്നലാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കണേ. ഓക്കെ, താങ്ക് യു.